നമസ്കാരം. M5 ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. തുല്യമായത് എന്ന അർത്ഥം വരുന്ന വിഷുവം എന്ന വാക്കിലൂടെ ഉണ്ടായ വിഷു ആഘോഷത്തിൽ സർവരെയും സർവചരാചരങ്ങളെയും തുല്യമായി സ്നേഹിച്ചും പരിപാലിച്ചും ജീവിതയാത്രയിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനും BLM എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും കൂടിയായ R. പ്രേംകുമാറാണ് ഈ വിഷുദിനത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. വിജയ കൊടുമുടികൾ ഒന്നൊന്നായി താണ്ടുന്ന BLM എന്ന ബൃഹത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരന് നാം കണ്ടു പരിചയിച്ച ബിസിനസ്സുകാരന്റെ രൂപഭാവങ്ങൾ ഏതുമില്ല. വെള്ള ഷർട്ടും മുണ്ടുമിട്ട് നെറ്റിയിൽ ഭസ്മക്കുറിയും നരകയറിയ താടിയുമായി സദാസമയം പുഞ്ചിരിയുമായി നടന്നുവരുന്ന R. പ്രേംകുമാർ എന്ന BLMന്റെ നെടുതൂണിനെ നയിക്കുന്നത് സഹാനുഭൂതിയും ആത്മീയ കാഴ്ചപ്പാടും മനുഷ്യസ്നേഹവുമാണ്. മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുമ്പോൾ നമ്മളും ഉയരുന്നു എന്ന ആപ്തവാക്യമാണ് പ്രേംകുമാറിന്റെയും BLMന്റെയും നാളിതുവരെയുള്ള വളർച്ചയ്ക്ക് പിന്നിൽ. M5 ന്യൂസിന്റെ ചെയർമാൻ കൂടിയായ R. പ്രേംകുമാറാണ് കരുതലിന്റെ കൈനീട്ടവുമായി മലയാളികൾക്ക് മുന്നിലെത്തുന്നത്. നമസ്കാരം സാർ. സാറിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളികൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള മുഖമാണ് R. പ്രേംകുമാർ സാറിൻ്റേത്. അപ്പോൾ സാറിന് കൂടുതലും താമസമൊക്കെ ചെന്നൈയിലാണെങ്കിൽ തന്നെയും കേരളവുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ സാർ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് വിഷുവിനെ സംബന്ധിച്ച് സാറിൻ്റെ മനസ്സിലുള്ള ഒരു നല്ല നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും വിഷു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുട്ടിക്കാലമാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് നമ്മുടെ ചെന്നൈ ആയതുകൊണ്ട് നൈറ്റ് തന്നെ ഇവിടെ വലുതായിട്ട് കൊന്നപ്പോൾ മറ്റേ ഇതിനു വേണ്ടിയ ശരപ്പൂവിന് തേടി പോകുന്ന ഒരു കാഴ്ചപ്പാട് വലിയൊരു വിഷയമാണ് ചെന്നൈയിൽ. അപ്പോൾ അത് നൈറ്റ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാലത്ത് അച്ഛനെ അതിൻ്റെ അമ്മയും വന്ന് നമ്മളെ കണ്ണ് പൊത്തി കൊണ്ടുപോയി തൊഴമ്മ കൊണ്ട് നിർത്തുന്ന ഒരു ആവശ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഓർമ്മകളാണ് ഏറ്റവും നമുക്ക് മുൻപന്തി നിൽക്കുന്നത്. വിഷു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൈനീട്ടം, അന്നത്തെ കാരണവരെ കയ്യിൽ നിന്ന് പോയിട്ട് പൈസ വാങ്ങിക്കാറ്, ഇതൊക്കെയാണ് ഒരു മനസ്സിലൊരു സന്തോഷം ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. വിഷു എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു തുടക്കമാണല്ലോ. അപ്പൊ സാർ എങ്ങനെയാണ് വിഷുവിനെ വ്യക്തിപരമായിട്ട് ആഘോഷിക്കുന്നത് പേഴ്സണലി? എനിക്ക് സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് വിഷുവിനെ സംബന്ധിച്ചുള്ള? വിഷു ഒരു ഐശ്വര്യത്തിന്റെ ദിനമാണ്. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും എല്ലാ കാര്യത്തിലും ഒരു ഇന്നത്തെ ഒരു തുടക്കം എന്നൊരു ഏറ്റവും വലിയ ഒരു വിഷയമാണത്. അന്ന് സന്തോഷമായിട്ടും വലിയൊരു അനുഗ്രഹം വാങ്ങലും നമ്മളെ വിഷു കൈനീട്ടം വാങ്ങും, അങ്ങനത്തെ ഒരു വിഷയം. എൻ്റെ ഇന്നത്തെ പണ്ടൊക്കെ എൻ്റെ കുടുംബം അങ്ങനത്തെ ഒരു സന്തോഷം കാര്യങ്ങളായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെയും നമ്മളെ BLMന്റെ കുടുംബത്തിൻ്റെയും ഒരു വിഷുവായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഏറ്റവും ഒരു സന്തോഷമായിട്ടൊരു ദിവസമായിട്ടാണ് വിഷുവിനെ ഞാൻ കാണുന്നത്. We all know about the chairman R. പ്രേംകുമാർ. എന്നാൽ അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു പച്ചയായ മനുഷ്യനുണ്ടല്ലോ. അപ്പം സാർ ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഇപ്പം വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ വീട്ടിലത്തെ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഐ മീൻ മോർണിംഗ് ടു നൈറ്റ്. തീർച്ചയായിട്ടും പണ്ട് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ കുടുംബത്തിന് ആയാലും കൂടുതൽ ഇപ്പോൾ നമ്മളെ ബിസിനസ്സിന് സമയം കൊടുക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷു ഇങ്ങനത്തെ ഒരു ലീവ് സമയത്തൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഫാമിലി ഉള്ളവർക്ക്, മക്കളായിട്ടും ഭാര്യയായിട്ടും അവർക്ക് ഒരു സമയം കിട്ടുന്ന ഒരു ഇതും. അപ്പോൾ ചെറിയ കാര്യങ്ങളും നമ്മളെ തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സാധാരണ ഒരു കുടുംബസ്ഥൻ്റെ ഒരു നിലപാടിലാണ്. അപ്പോൾ ഈ കുപ്പായി കഴിച്ചു മാറ്റും. അങ്ങനെ ഒരു സന്തോഷത്തിൽ കൂടി അവരായിട്ടൊരു തമാശ പറച്ചിലും കാര്യമായിട്ടും അതൊരു ഫാമിലിയിലെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള സമയമായിട്ടാണത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്രീ ടൈമിൽ സാറിന് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ബുക്സ് ഒക്കെ റീഡ് ചെയ്യില്ലേ? ഞാൻ ബുക്സ് എനിക്ക് വായിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മൊബൈലിൻ്റെ കൂടുതൽ ഈ വിഷയങ്ങൾ വന്ന ശേഷം അപ്പോൾ അതിൽ കുറച്ച് താല്പര്യം കുറഞ്ഞു, പിന്നെ സമയമില്ല. അപ്പോൾ എന്നാലും അതിലെനിക്ക് കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ അറിയാനുള്ളത് ഏറ്റവും ഒരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ ബുക്ക് കാര്യങ്ങളെ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കൂടി തന്നെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വിഷയം. പിന്നെ ഇപ്പോൾ കൂടുതൽ അനുഭവങ്ങളുണ്ടായി. ഒരു മാസം ദിവസം പലതരത്തെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷയമായിട്ട് ഞാൻ നോക്കുന്നത്.
സാർ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴും മറുവശത്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫാമിലിനെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്ക് ലൈഫ്, ഫാമിലി ലൈഫ്, ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് സാർ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു നമുക്കൊരു വിഷയമാണത്. കാരണം നല്ല ഒരു കുടുംബനാഥനായിരുന്ന് ഒരാൾക്കൊരു നല്ല ബിസിനസ്മാനായിട്ട് മാറാൻ പറ്റില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു. പക്ഷെ അതിലെനിക്ക് യോജിപ്പില്ല. നല്ല ഒരു ഭാര്യയും മക്കളും നമ്മളെ കുടുംബം സഹായിക്കും, നമ്മളെ കൂടെ എല്ലാ ഇതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്മാനും ഒരു പ്രശ്നമില്ലാതെ പോകുന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ ഫാമിലി, ഭാര്യയായിട്ട് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ആ കാര്യങ്ങൾക്ക്. അമ്മയായിക്കോട്ടെ, സഹോദരന്മാർ എല്ലാം എനിക്ക് കിട്ടിയ ദൈവം അനുകരിച്ച ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ട്സ് അടക്കം ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന BLM ഈ മഹാകുടുംബത്തിൻ്റെ ഓരോരു കുടുംബ അംഗങ്ങളും ഏറ്റവും എനിക്ക് ഒരു നല്ല ഒരു ദൈവം അനുകരിക്കപ്പെട്ട ആൾക്കാരായിട്ടാണ് ഞാൻ നോക്കുന്നത്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു സക്സസ്ഫുൾ മാൻ്റെ പിന്നിൽ നല്ലൊരു ഫാമിലി ഉണ്ടാകുമല്ലോ, നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും സാക്രിഫൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അക്കോർഡിംഗ് ടു യു, ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി? എനിക്ക് നല്ല ചോദ്യമാണത്. അപ്പോൾ അത് വൈഫാണോ അമ്മയാണോ? തീർച്ചയായിട്ടും രണ്ടും. അമ്മയുടെ ധൈര്യം എനിക്ക്, അത് എല്ലാവരും പറയും അച്ഛൻ്റെ രൂപമായാലും അമ്മയുടെ ധൈര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അതിന് ഫുൾ എൻ്റെ ബാക്കിയുള്ള ഇപ്പോഴത്തെ ബിസിനസ് കാര്യത്തിന് ഫുൾ ആൻഡ് ഫുൾ എൻ്റെ വൈഫാണ്. കാരണം ഒരു കുടുംബം എന്താണെന്നുള്ളത് നോക്കാനുള്ളൊരു ധൈര്യമുള്ള ഒരാളുള്ളപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങി കാര്യങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ നിൽക്കാൻ പറ്റും. ആ കാര്യത്തിന് ഏറ്റവും വലിയൊരു ദൈവം തന്ന ഒരു വരമായിട്ടാണ് എൻ്റെ വൈഫിനെ ഞാൻ കാണുന്നത്. നല്ല ഒരു സപ്പോർട്ട് എല്ലാ രീതിക്കും അവർ നമുക്ക് വേണ്ടിയ കാര്യത്തിൽ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. സാറിന് 2 മക്കളാണ് ഉള്ളതല്ലേ? അപ്പം ബെസ്റ്റ് ഒരു ഡാഡ് അഡ്വൈസ് എന്തായിരിക്കും അവർക്ക് നൽകിയിട്ടുള്ളത്? മോളൊരു മോനാണ്. അപ്പോൾ കൂടുതൽ ആദ്യം മോളായതുകൊണ്ട് കുറച്ച് വാത്സല്യം കാര്യങ്ങളും സ്നേഹവും കുറച്ച് മോളെടുത്ത് ആണ്. പക്ഷെ എനിക്ക് രണ്ടാളും ഒരേപോലെ തന്നെ. എന്നാലും മോക്കം ഒരു അച്ഛൻ പറയുമ്പോൾ മകളെടുത്താണ് കുറച്ച് സ്നേഹം കൂടും പറയും. അങ്ങനെ ഒരു ഇതിൽ കുറച്ച് മോൾ മുൻകൈയിലിരിക്കുന്നു. ആണല്ലേ? ഓക്കെ. അപ്പോൾ സാറ് തമാശയൊക്കെ വല്ലാതെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ആരാണ് കൂടുതലും ഹ്യൂമറസ് വണ്ണ്, സാറാണോ വൈഫാണോ? അല്ല, കാര്യത്തിൽ ഞാൻ തന്നെ. അവര് വിഷയം തമാശക്കല്ല, ഏറ്റവും കൂടുതൽ എൻ്റെ മോൻ ഏകദേശം തമാശയിൽ കാര്യങ്ങൾ നമ്മൾ ഔട്ടാണ്. നല്ല ഒരു നമുക്ക് തമാശയ്ക്ക് ഒരാളെ ആക്കി വീട്ടിൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ വൈഫിനെ നിർത്തിയിട്ട് നമ്മൾ ഒരു തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഫാമിലിയായിട്ട് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരു ഹാപ്പി ഫാമിലിയാണ്. സാറിനെ പറ്റി 2-3 വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇഫ് ഐ ആസ്ക് വിത്ത് യുവർ വൈഫ്, വാട്ട് വുഡ് ഷീ സേ? സാറിനെ പറ്റി പറയും എന്ന് സാർ ചിന്തിക്കുന്ന 2-3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും അവർ ആദ്യം ചോദിക്കുന്നത് നമുക്ക് കൂടുതൽ സമയം ചോദിക്കും. ഫാമിലിക്ക് സമയം തരാൻ പറയും. ഒന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞത് അവരെ നമ്മളെ ഒരു വിഷയത്തിന് ഹെൽത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് ആദ്യം അതാ പറയും. അതിനൊരു മുൻകൈ ചോദിക്കും. പിന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യത്തിനും ഒരു ജാഗ്രത പാലിക്കാൻ വേണ്ടി പറയുന്നവർ. ഈ 3 അവർ ചോദിക്കുന്നത് എൻ്റെ. സാറിനുള്ള ബെസ്റ്റ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ, അതിലേതായിരിക്കും? ഇപ്പം ഞാൻ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് സാറിനെ പറ്റി 2-3 വാക്ക് ചോദിക്കുകയാണ്, ബെസ്റ്റ് ക്വാളിറ്റി ഏതാണ്? അപ്പം എന്തായിരിക്കും വൈഫ് പറയുക? അവർക്ക് പറയുന്നത് ആര് ചോദിച്ചാൽ നോ എന്ന് പറയില്ല. അവർക്ക് ഏറ്റവും വലിയ വിഷയം അതാ പറഞ്ഞ ഇന്നവരെയും അങ്ങനെ അവർ കേട്ടിട്ടില്ല. അത് പറയും. എപ്പോഴാണ് പറയുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഏത് കാര്യമായാലും. അപ്പോൾ അതൊക്കെ അവർക്കൊരു വിഷയമാണ്. നമുക്കത് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയും. ഞാൻ പക്ഷേ ഇന്നവരെയും പറഞ്ഞിട്ടില്ല. അത് വീരം എല്ലാ കുടുംബവും എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ വിഷയം ഞാൻ എൻ്റെ നാവിൽ നോന്നൊരു വാക്ക് വരില്ല. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അതിനെ ശ്രമിക്കും. അതാണ്. അതൊന്ന്. ഇനിയും 2-3 കാര്യങ്ങൾ ഇനി അങ്ങനത്തെ വിഷയത്തിൽ പിന്നെ ഒരു കാര്യത്തിൽ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ പുറകോട്ടില്ല. അതിൽ അങ്ങേറ്റം കണ്ടിട്ടേ ഞാൻ മാറും. അങ്ങനത്തെ ഒരു പിന്നെ വരെ ആരെയും ഭയക്കില്ല. ഇതൊക്കെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ സാർ ബിസിനസ് പരമായിട്ടുള്ള യാത്രകളിലായിരിക്കുമല്ലോ കൂടുതലും, ഒരു ഹെക്ടിക് ലൈഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇതിനൊക്കെ ഇടയിലും സാറിന് എങ്ങനെയാണ് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈം കിട്ടുന്നത്? ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നേരത്തെ സ്പോർട്സിലായിരുന്നു, ബോക്സറായിരുന്നു ഞാൻ, മിഡിൽ വെയ്റ്റ് ചാമ്പ്യനായിരുന്നു. അവനെ അതിനുശേഷം ബിസിനസ് എന്ന് വന്ന ശേഷം കംപ്ലീറ്റ് വലുതായി ഇതിനൊന്നും സമയം മാറ്റി വയ്ക്കുന്നില്ല. എന്നാലും ഇപ്പോൾ മോൻ്റെ വൈഫിന് പ്രഷറുണ്ട്. ഒരു 10,000 സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഒരു ചെറിയ വ്യായാമം കാര്യങ്ങളായിട്ട് വലിയ ഹെൽത്ത് കൺഷ്യസ് ഒന്നുമില്ല. പണ്ടത്തെ എക്സസൈസും കാര്യങ്ങളുണ്ട്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പം മലയാളികളെ സമ്പാദ്യശീലം പഠിപ്പിച്ച ഒരു വ്യക്തി എന്നതിലും ഉപരി സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കായിക രംഗത്തും സാറിന് ഒരു പിടി അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക്, ബോക്സിംഗ് എന്നുള്ള മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറയൂ. അല്ല, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് സ്പോർട്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ക്രിക്കറ്റും കാര്യങ്ങളൊന്നും വലിയ ലെവലിൽ ഇല്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ ബോക്സിങ് എനിക്ക് എൻ്റെ അയലോകത്തുള്ള ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പരിചയപ്പെടുത്തിയാണ് ഈ ബോക്സിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ അന്നത്തെ ഇരുന്ന ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. വീട്ടിലൊന്നും സമ്മതിക്കില്ല. അങ്ങനെ വീട്ടിലറിയാതെ പോയിട്ട് ഈവനിങ് ബോക്സിങ് പഠിച്ച് OMCയിൽ ബോക്സിങ്. ഒരു ദിവസം പെട്ടെന്ന് മാച്ചുള്ള സമയത്ത് അറിയാതെ എൻ്റെ ബ്രദർ അതിൽ കയറി വന്നു മാച്ചിൽ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഞാനവിടെ ഫൈറ്റ് ചെയ്യാൻ കണ്ടിട്ട് പുള്ളി ഭയങ്കര ഷോക്കായി, പറഞ്ഞില്ല. പക്ഷെ അന്നത്തെ അത് വിജയമായിരുന്നു. അപ്പോൾ പുള്ളി താഴെ വന്ന് മുക്കിലൊഴിച്ച് ചോരയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഐസൊക്കെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ വന്നിട്ട് എന്ത് പറയാത്തെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് സ്പോർട്സിൽ ഭയങ്കര ഒരു ഇതാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇതിനൊന്നല്ല, ഏത് വിഷയത്തിലെടുത്താലും അതിൽ ഒരു മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ശീലമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് എൻ്റെ ഫാമിലി ഞാനൊരു ബോക്സിങ്ങിന്റെ കഥ അധികം ആൾക്കാർക്ക് അറിയില്ല എന്നാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ചെന്നൈയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ബീലമ്പിലെ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിൽ അത് ഞാൻ സ്പോർട്സായിട്ട് അതിനെടുത്തു ആ സമയത്ത്. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് എല്ലാ രീതിയിലും ഒരു ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അതെ. അപ്പോൾ സാർ ഈ നിയോഗം അല്ലെങ്കിൽ പർപ്പസ് എന്നുള്ളൊരു കാര്യത്തിൽ സാർ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം സാറ് SI സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ബോക്സിങ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളപ്പോഴും സാമൂഹ്യ സേവനം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പർപ്പസ് എന്നുള്ള ഒരു ഇതിലേക്ക് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഈ ഒരു ചൊല്ലുണ്ട്, വരാനുള്ളത് വഴിയിൽ നിൽക്കില്ല എന്നുള്ളത്. അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് അതിനും വിശ്വസിച്ചേ പറ്റൂ. കാരണം അന്ന് ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു വിഷയമാണ് സ്പോർട്സിൽ കയറി ഞാൻ SI സെലക്ഷനായി. ഒരു നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഞാൻ ഓർഡറും കൊണ്ട് ഞാൻ പോകുന്നത്. പോകുമ്പോൾ ഇളയച്ചനായിട്ട് ഉണ്ടായിരുന്നു, കൊണ്ടുകൊടുത്തു. ഞാൻ സെലക്റ്റായിരുന്നു. അപ്പോൾ പുള്ളി വാങ്ങിയിട്ട് ആദ്യം ഞാൻ നോക്കിയിട്ട് എന്നെ നോട്ടം നോക്കിയിട്ട് അത് കീറി കളഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും ഒന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അങ്ങനെ ഒരു ഇത്രയും ആൾക്കാരെ ക്യൂ നിന്ന് ഇത്രയും എല്ലാ കാര്യങ്ങളും ജയിച്ച് വന്ന ഒരു സംഭവത്തിന് ഒരു മിനിറ്റിനെ കയറി കളഞ്ഞു. അപ്പോൾ അതൊരു വിഷമമായിരുന്നു. പക്ഷേ അന്നത്തെ ആ പ്രായത്തിൻ്റെ അറിവോ കാര്യങ്ങളോ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഒതുങ്ങിയിരുന്നാൽ ഇന്നിപ്പോൾ ഇത്രയും ലക്ഷം ജനങ്ങളെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് മാറാൻ പറ്റിയിരിക്കില്ല. അപ്പോൾ അത് ദൈവനിമിത്തമാണ്. അതേപോലെ അതിനെ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഞാനിപ്പോൾ ശരിയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അന്നത്തെ തെറ്റ് ഇന്നത്തെ ശരിയായിട്ട് എനിക്കത്, അപ്പോൾ അത് ദൈവം നിശ്ചയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ ഏതൊരാളും ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് തന്നെയല്ലേ സാർ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അതിലൊരു മാറ്റമില്ല. കാരണം പണ്ടൊക്കെ നമ്മളൊരു വിഷയത്തിന് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നതല്ല. നമ്മൾ എന്തോ പറഞ്ഞ പോലെ വയലത്ത് പണിയും വരമ്പത്ത് കോലി എന്നൊക്കെ പറയും. ഇന്നൊക്കെ വയലിൽ തന്നെ കോലി. അതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും എല്ലാം ദൈവനിശ്ചയമാണ്. സാർ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പം നമ്മളോടൊക്കെ പേരൻസ് പറയും, നീ വളർന്ന് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സാറിൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ പേരൻസിന് സാർ ആരാകണമെന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ അക്കാലത്ത് അങ്ങനെ ഒരു ചോദ്യത്തിന് വലിയ ഇതില്ലായിരുന്നു. അച്ഛൻ പോട്ടസ് സൂപ്രണ്ടായിരുന്നു. അപ്പോൾ മക്കൾ പഠിക്കണം, പഠിച്ച് ഒരു നല്ല ഉദ്യോഗസ്ഥയിൽ കയറണം, പോട്ടസിൽ ഒരു എഞ്ചിനീയറായിട്ട് കയറണം എന്നൊക്കെ പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പെട്ടെന്ന് ഒരു അസുഖത്തിൽ മരണപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും ഒരു ഷോക്കിലായിപ്പോയി. അപ്പോൾ ഞാൻ SLC പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നമുക്ക് വേറെ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടം ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിഷയമാണ്. അപ്പം അച്ഛൻ്റെ ജോലി എൻ്റെ സെക്കൻഡ് ബ്രദറിന് കിട്ടി. അപ്പം നമ്മളൊക്കെ എൻ്റെ ഒരു വിഷയം ഒന്നും എനിക്ക് നേടാതെ എടുക്കുന്നത്, പണിയെടുക്കാതെ കിട്ടുന്നത് എനിക്കതിൽ ഇഷ്ടമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം, നമ്മൾ നേടണം എന്നൊരു തോന്നൽ, ഒരു സ്വയംഭായിട്ടിരിക്കണം എന്നാണ് അന്ന് കൊച്ചിൽ നിന്ന് അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്പോർട്സ്. ഇതൊക്കെ വീട്ടിൽ ആരും അറിയാതെ ഞാനാണ് എടുക്കുന്നതാണ്. ബിസിനസ് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഒരു വിഷയത്തിൽ നിന്നും തുടങ്ങിയത്.
അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണമെങ്കിൽ എൻ്റെ ആഗ്രഹത്തിലും ദൈവം എനിക്ക് വഴി തന്ന ഒരു വഴി കൂടി ഞാൻ പലർക്കും വഴി കാണിക്കാനുള്ള ഇതായിട്ട് എടുത്തതാണ്. ഓക്കെ. അപ്പോൾ സാർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാർ ഹാർഡ് വർക്കിലാണോ ലക്കിലാണോ കൂടുതലും വിശ്വസിക്കുന്നത്? അല്ല, ലക്കിനൊന്നും ഞാൻ പറയില്ല. അതേസമയത്ത് ഹാർഡ് വർക്കൊന്നും ഒരിക്കലും അല്ല, സ്മാർട്ട് വർക്കാണ്. ഈ ഹാർഡ് വർക്ക് തന്നെ ഒരു നല്ല പണിയെടുത്താൽ അന്നത്തെ കൂലി വാങ്ങിച്ച് വീട്ടിൽ പോകാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, സ്മാർട്ട് വർക്കാണ്. നമ്മൾ ഉയരണം, നമ്മളെ കൂടെ ഉള്ളവരും ഉയർത്തണം. അതാണ് എൻ്റെ ഇതിൽ ഞാൻ പഠിച്ച ഒരു വിഷയം. ഒരിക്കലും നമുക്ക് അധ്വാനിക്കണം എന്ന് പറഞ്ഞ പോലെ അധ്വാനം വേണം. ഇപ്പം ഞാനും ഓടുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം കൂടി നമുക്ക് വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് നമ്മളെടുത്ത ഒരു തീരുമാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഒന്ന് ലൈഫിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരുപാട് ദാരുണ സംഭവങ്ങളും സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ടാകാമല്ലോ. അത്തരത്തിൽ സാറിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഏതാന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ എൻ്റെ ഇളയച്ചൻ്റെ മോള് മരണപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം വലിയൊരു ഇതായിരുന്നു. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണത്തിന് പറഞ്ഞ് ഉരുപ്പടിയും കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബാങ്കിൽ നമ്മൾ അന്നത്തെ സമയത്ത് ബാങ്കിൽ പോയി ലോൺ വെച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫുള്ള ബിഹേവും അയാളെ കളിയാക്കിയ കാര്യങ്ങളും ഇതൊക്കെ ഒരു വലിയൊരു വിഷമമായിട്ടുള്ളൊരു വിഷയം. ഇന്നും എനിക്കത് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സൊസൈറ്റി തുടങ്ങാൻ തന്നെ എനിക്കൊരു ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അത്. ഒരിക്കലും വരുന്ന കസ്റ്റമർ ദൈവമായിട്ട് കാണണം എന്നുള്ളത് ആ ചിന്തയെ കൂടി തുടങ്ങിയെന്ന് മനസ്സിലായി. അതൊക്കെ എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു വിഷയം. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ഈ ഇടയ്ക്കായിട്ട് എനിക്ക് വിഷമം വന്ന ഒരു വിഷയം പറഞ്ഞത്, നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, കൂടുതൽ വളർത്തുന്നത്, ഒരാൾക്ക് നമ്മൾ ഉപകാരം ചെയ്ത് ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് ഒരാളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവൻ നമ്മളെ ചതിക്കപ്പെടുന്നു എന്ന് അറിയുമ്പോഴാണ് ലോകത്ത് എവിടെയില്ലാത്തൊരു വിഷമവും വേദനയും ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം ഈയിടയ്ക്ക് ഉണ്ടായി. പക്ഷെ നമുക്കതിൻ്റെ ബോധമില്ല, കാര്യങ്ങളില്ല. പക്ഷെ ഇനി ഇവൻ എത്ര ആളാണോ ഇവർ ഇതേപോലെ ചതിക്കാൻ പോകുന്നുള്ളത്, ആ ഒരു വിഷമാണ് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിൽ സാർ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും അക്കോർഡിംഗ് ടു യു? അല്ല, ഞാൻ എൻ്റെ തീരുമാനം കുറേ എനിക്ക് മുന്നിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വെളിയിലെല്ലാവരും പറയുന്ന പോലെ പുറത്തുള്ള ആൾക്കാരല്ല. എൻ്റെ മുന്നിലുള്ള നമ്മളെ രവിപിള്ളയോട്ടും യൂസഫലിയോട്ടും ഗോപാലേട്ടനോട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ സ്വയംഭൂളാണ്. ആ ഒരു ലിസ്റ്റിലാണ് നമ്മളും എനിക്ക് ആഗ്രഹം. കാരണം ഈ വലിയ ലെവലിലൊന്നുമല്ല, കേരളത്തിലെ ടോപ്പ് 10 നമ്മളും ഉണ്ടാവണം എന്നുള്ള ആ ചിന്തയുണ്ട്. അതിനൊപ്പം എൻ്റെ കൂടെ ഉള്ളവരും അതേ ലെവലിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു മനസ്സിൻ്റെ ഒരാഗ്രഹം, തീർച്ചയായിട്ടും അത് നടക്കും. അപ്പോൾ ഇത് കേരളത്തിൽ, കാരണം വേറെ ഇപ്പോൾ ലോകത്തിൽ എവിടെയായാലും ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന വിഷയങ്ങൾക്ക് ഒരു ടെൻഷനില്ലാത്ത നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ചാലഞ്ച് വരുന്നത് കേരളത്തിലൊരു കച്ചവടക്കാരനായിട്ട്, ഒരു ബിസിനസ് മാനായിട്ട് ഇത്രയും ഈ പാറകളിടയിൽ നീന്തി കയറി വരണം വെച്ചാൽ അത് ഏറ്റവും ഒരു ചെറിയ വിജയമല്ല, അത് ഏറ്റവും വലിയ വിജയമായിരിക്കും. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം സാർ, ഈ വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കണിക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പം ബീലം എന്നുള്ളൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാനായിട്ട് സാറിന് ആദ്യമായിട്ട് ലഭിച്ച ഒരു വിഷുക്കണി എന്തായിരുന്നു? ഞാൻ എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം സമാധിയായിപ്പോയി. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് 2006 ഇത് തുടക്കം കുറിക്കുന്ന സമയത്ത് അതൊരു വിഷു കളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് ഫസ്റ്റ് ഞാൻ ഇതിന് മെമ്പർഷിപ്പിന് ഇതിനു വേണ്ടി കൊടുക്കുമ്പോൾ പുള്ളി ഉള്ളിൽ പോയിട്ട് ഒരു പുതിയ ഒരു 100 രൂപയുടെ 100 റുപ്പീസ് എടുത്ത് കയ്യിൽ ഞാൻ ഇന്നും ഒപ്പിട്ടത് വെച്ചിട്ടുണ്ട്. ഒരു 10 രൂപേൻ്റെ കൂടെ രണ്ടും ഇപ്പോഴും അത് ആദ്യത്തെ ഒപ്പോടെ അതിനെ കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു തുടക്കമായിരുന്നു, ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു അത്. ഇന്നത്തെ ഒരു വിഷുക്കണി ആയിട്ട് നമ്മളെ എല്ലാ മെമ്പേഴ്സിനെയും, എല്ലാ കുടുംബങ്ങൾക്കും അറിയാം, നമ്മളെ ജസ്റ്റ് അന്നത്തെ ദിവസം വരെ കാണുന്നതിന് അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അത് മാത്രമല്ല, എല്ലാ കുടുംബത്തിലും ഇന്ന് അവർ പലർക്കും വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള സ്ഥലത്ത് അവർ ഇരിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ. ഉദാഹരണത്തിന് പറഞ്ഞെങ്കിൽ അവർ ലാസ്റ്റ് ഞാൻ ഒരു മീറ്റിംഗ് കോഴിക്കോട് പോയ സമയത്ത് മുക്കത്തൊരു വന്നിരുന്ന ഒരു അമ്മ കൈ പിടിച്ചിട്ട് കരഞ്ഞു. ഈ പൊന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ കൈ തൊട്ട് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് സാറിൻ്റെ കൈ കൊണ്ടൊന്ന് പിടിച്ചപ്പോൾ എന്നറിയാതെ എൻ്റെ മനസ്സെനിക്ക് നിറഞ്ഞു. കാരണം അത്രയും
ഒരു BLM തന്നെ ഒരു സന്തോഷമായിട്ടുള്ളൊരു പലരെയും ഉണ്ണിപ്പിച്ച് നമ്മൾ ഉണ്ണിനെ മാത്രം അത് എല്ലാവരും നോക്കുന്നത്. പക്ഷേ അവരെ നമ്മൾ ഭക്ഷണം കഴിപ്പിച്ച് അതിൽ ആനന്ദം കാണുന്നത്, സന്തോഷം പറഞ്ഞത് അത് ഏറ്റവും വലിയ. കാരണം നമ്മളിൽ കാണുന്ന ദൈവം ബാക്കി എല്ലാവരും ഉള്ളിലും കാണുന്നുള്ളൊരു ഗുരുനാഥൻ പറഞ്ഞ ഒരു വലിയൊരു വിഷയമായിട്ട് അത് ഞാൻ കാണുന്നത്. സർ, മറ്റൊരു കഥ ഞാൻ ഇത് സംബന്ധിച്ച് കേട്ടിട്ടുള്ളത് സാറിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് സാറിന് ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചെന്നുള്ളത്. ആ കഥ എങ്ങനെയാണ് പറയും? കാരണം എല്ലാവരും എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആരും വിശ്വസിക്കില്ല ആദ്യം. അപ്പോൾ വിശ്വസിക്കുന്ന പറയുമ്പോൾ ആദ്യം വീട്ടിൽ തന്നെ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങാടി തള്ളിയാൽ അമ്മ ആ പരിപാടിയാണ് ആദ്യം തുടക്കം അവിടെ തുടക്കട്ടെ എന്നുള്ള ഒരു ഐശ്വര്യ കൈയായിട്ട് ഞാൻ അമ്മേനടുത്ത് മേടിച്ചു. അതേപോലെ ബാക്കി എല്ലാ സ്റ്റെപ്പിനും സ്റ്റെപ്പ് എടുക്കാനും കാര്യങ്ങൾ ഓഫീസ് എടുക്കാനും അന്നത്തെ ഇതിൽ എൻ്റെ വൈഫാണ് എനിക്ക് കംപ്ലീറ്റ് അവരെ വെച്ച് ഡെപ്പോസിറ്റൊക്കെ എടുത്തന്ന് സപ്പോർട്ട് ചെയ്ത്. അമ്മ എന്ത് പറയുന്നത്? ഇപ്പം എവിടെയുണ്ട് അമ്മ? ഉണ്ട്, എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഉണ്ട്. 85 വയസ്സായ അമ്മയ്ക്ക് ഇന്നും ആക്റ്റീവാണ്. എല്ലാ പൊതു കാര്യങ്ങളും ഇറങ്ങി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു നല്ല നന്മയുള്ള ഒരു മനസ്സുള്ള അമ്മയാണ്. അവരെ ചെയ്യുന്ന പുണ്യകാര്യങ്ങളാണ് ഇന്ന് നമ്മളും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ജാതി, മതം, രാഷ്ട്രീയം എന്നതിനൊക്കെ ഉപരിയായിട്ട് ഒരു വലിയൊരു മഹത് പ്രസ്ഥാനം സാറ് കെട്ടിപ്പടുത്തപ്പോൾ ഒരുപാട് ചലഞ്ചസും സാറ് നേരിട്ടിട്ടുണ്ടാകുമല്ലോ ത്രൂ ഔട്ട് ദ പാത്ത്. അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളെ ഈ BLMൻ്റെ താരക മന്ദിരം അതാണ്. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല. നമ്മളെല്ലാ കാര്യത്തിനും എപ്പോഴും നോക്കുന്നത് നിറങ്ങൾ പോലും നോക്കാൻ പാടില്ല എന്ന് നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യനും നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ അവരെ വിഷമിക്കുന്ന രീതിയിൽ നമ്മൾ വാക്കുകൊണ്ടോ ചെയ്യലുകൊണ്ടോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അതാണ് ഞാൻ BLM പറഞ്ഞത് ഒരു പ്രസ്ഥാനമല്ല, ഒരു കുടുംബം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുമ്പോൾ നമ്മൾ വിഷമങ്ങൾ അവിടെ തന്നെ തീർക്കാം. അതുകൊണ്ടാണ് ഞാൻ BLM കുടുംബം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റാണ് നമ്മളെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ BLM പറഞ്ഞ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ജാതിഭേദം ഇല്ലാതെ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് ഒരു കൊടയും കീഴിൽ നിൽക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പറഞ്ഞത് ആ രീതിയിൽ തന്നെ എൻ്റെ എല്ലാ മെമ്പേഴ്സും അനുസരിക്കുന്നുണ്ട്. സർ, BLMൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ് എന്നാണല്ലോ. നമ്മൾ വളരുന്നതിനൊപ്പം മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളൊരു ആശയം. ആ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് ആദ്യം എത്തിപ്പെട്ടത്? അതിൽ തമിഴിലൊരു ചൊല്ലുണ്ട്, തങ്കം ചെയ്യാത്തത് എങ്കിൽ സംഘം ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് മലയാളത്തിൽ നമുക്ക് പറയുന്ന അതാണ് ഗോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ചെയ്യാത്ത കാര്യത്തിന് നമ്മളെ സൊസൈറ്റി ചെയ്യുന്നുള്ള ഒരു ഇതായിരുന്നു. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു മെമ്പറായി, എനിക്കിതിലുള്ള ബെനിഫിറ്റ് കിട്ടി. അത് ഞാൻ പുറത്തിപ്പോൾ അടുത്തുള്ളവർക്ക് പറയാതെ ഞാൻ മാത്രം അത് കൊണ്ട് നടക്കുന്നതാണെങ്കിൽ സെൽഫിഷായിട്ട് മാറും. അപ്പോൾ എനിക്ക് ഒന്നും വേണ്ട. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ മെമ്പറായി, അയാൾ അടുത്ത മെമ്പർഷിപ്പ് അയാൾ ചേരുമ്പോൾ അയാൾ റോട്ടിൽ പോകുന്ന നമ്മളെ BLM ട്രാൻസ്പോർട്ടിനെ കണ്ട് പറഞ്ഞു, ഞാനിതിൽ സഞ്ചരിക്കുന്ന എൻ്റെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. കാരണം ഇത് ഈ കൂട്ടായ്മ പറഞ്ഞത് ഇപ്പം ഞാൻ മുതലാളിയല്ല, കൂട്ടായ്മ എല്ലാവരും ഇതിൻ്റെ കംപ്ലീറ്റ് എല്ലാവരും ഇതിൻ്റെ മുതലാളികളാണ്. സ്വന്തം ബസ്സിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായി എന്നുള്ളത് ഈ ഇടക്കാലത്ത് എൻ്റെ ഒരാൾ അത് സന്ദീപ് ഒരിക്കൽ ഇതിൽ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മളെ സ്വന്തം ബസ്സിൽ എൻ്റെ സ്വന്തം ബസ്സിൽ പോയി. അപ്പോൾ അതൊക്കെ ആ വാക്കുകളൊക്കെ ഏറ്റവും വലിയൊരു നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ ഒരു നമ്മൾ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളുടെ സക്സസിൻ്റെ ഇതാണ്. കാരണം ഇന്നത്തെ കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയങ്ങളായിട്ട് വരുമ്പോൾ അതിൻ്റെ കമാൻഡ്സ് ആയിട്ട് വീട്ടിൽ നിന്നിട്ട് മുറി ചെയ്യുന്നുണ്ട്, എന്ത് വേണമെങ്കിൽ മൊബൈലിൽ കുത്തിയിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴേ ഈ ഇടുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ ഒരുത്തരുകൊണ്ട് ഒരു സത്യമായിട്ടുള്ളൊരു കമൻ്റ് ഇടാൻ പറ്റില്ല. വെറുതെ തോന്നിയാൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് മൊബൈൽ എല്ലാവർക്കും ഇടാം. സത്യമായിട്ടുള്ള കാര്യം ഇടണമെങ്കിൽ അതിന് കാര്യങ്ങൾ അവർ പ്രാക്ടിക്കലായിട്ട് അത് മനസ്സിലാക്കണം. ഇന്നത്തെ അവസരത്തിൽ നമ്മളെ ചെറുപ്പക്കാർക്ക് അത് വളരെ കുറവാണ്. പക്ഷേ അന്നത്തെ നമ്മളാൽ ഇന്ന് ചെറുപ്പക്കാർ വലിയ ബുദ്ധിശാലികളാണ് എല്ലാ രീതിയിലും. പക്ഷെ അവർ അതിൻ്റെ റൂട്ടിൽ കറക്റ്റ് പോകുന്നില്ല. ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ. അപ്പം സാർ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വളർന്നു വരുന്ന യുവതലമുറ അല്ലെങ്കിൽ വളർന്നു വരുന്ന സംരംഭകർ അവർക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അല്ലേ, ഞാൻ ഈ ഇടക്കാലമായിട്ട് നമ്മളിപ്പോൾ സൊസൈറ്റി ഏറ്റെടുത്തിങ്ങനെ ഈ ലഹരി വിരുദ്ധ കേരളം അതിനൊരു വലിയ ഇപ്പം നമ്മൾ കിറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു, ഒരുപാട് ചാനലിലൊക്കെ വന്നു. ആ കാര്യത്തിന് വളരെ വിഷമം. കാരണം ഇന്ന് ഈ വളരെ സ്പീഡ് ഇതും പറഞ്ഞ കൊറോണയുടെ ശേഷം ഇന്നിപ്പോൾ ലോകം പറഞ്ഞത് വേറെ രീതിയിലാണ് പോകുന്നത്. നമ്മളൊന്നും മനസ്സിലാക്കാത്തത്. പെട്ടെന്ന് ഒരു ടെൻഷനാവുന്നു,
പൊട്ടിത്തെറിക്കുന്നു. പിള്ളേർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവർ സംസാരിക്കുന്നു. ഈ ലോകം എന്തോ നാളെ തീരാൻ പോകുന്നുള്ള പോലെ അവർക്കൊരു വിഷയമായിട്ട് സംസാരങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒരു ശരിയായിട്ടൊരു അമ്മയും അച്ഛനും അവരെ കൺട്രോളിൽ നിന്ന് കൈവിട്ട് പോകുന്ന ഒരു വിഷയമാണ്. ഈ ഇടയ്ക്ക് എനിക്ക് ഈ തിരുവനന്തപുരത്ത് ഒരു ഇൻസിഡൻറ്റ് കേട്ട് വലിയ വിഷമായി. 5 ആൾക്കാരാണ് ഒരു കുട്ടി കൊന്നെന്ന് പറഞ്ഞപ്പോൾ 23 വയസ്സെന്ന് പറയുമ്പോൾ. അപ്പോൾ ലോകം എവിടെയാണ് പോകുന്നത്? അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ സമൂഹം കാര്യങ്ങൾ സംസാരിക്കുന്നതൊന്നും എത്തപ്പെടാത്ത ഒരുപാട് ചെറുപ്പക്കാരുകളുണ്ട്. അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളെ മുന്നിൽ ദൈവം തന്നിരിക്കുന്ന ഈ അവസരം തന്നെ നമ്മൾ എല്ലാവർക്കും കൈയും കാലും എല്ലാം ഒരേ മനുഷ്യർക്കും എല്ലാം ഒരേപോലെ തന്നിട്ടും പലരും എത്തപ്പെടും. നമ്മളോട് എത്തപ്പെടാത്ത എന്തെന്നുള്ള ചോദ്യം പോലും ചോദിക്കാതെ എനിക്കെന്ത് പറ്റി, എനിക്ക് മാത്രം എന്തും സംഭവിക്കുന്നുള്ള തെറ്റായ രീതിയിലാണ് ചിലരെ മനസ്സിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും വേണം. അപ്പോൾ അവർ ആ പോസിറ്റീവായ കാര്യങ്ങൾ, ഞാൻ എന്നും പറഞ്ഞത് ഒരു നാണയത്തിൻ്റെ 2 പക്കമാണ് പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ ഒരു പോസിറ്റീവ് മാത്രം വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളതിൽ നോക്കാനുള്ള സൗകര്യം കിട്ടില്ല. കായിൻ്റെ 2 പക്കമാണ്. അപ്പോൾ നെഗറ്റീവ് കൂടി നമ്മൾ യാത്ര ചെയ്ത് പോസിറ്റീവ് വരുന്നതാണ് എൻ്റെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അതാണ് പറയുന്നത്. ഒരിക്കലും നെഗറ്റീവ് കൊണ്ട് വിഷമിക്കരുത്. അതിൽ കൂടി നമ്മൾ യാത്ര ചെയ്താൽ പോസിറ്റീവിൽ എത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ യുവ സംരംഭകർ ഒരുപാടുണ്ടല്ലോ, കേരളത്തിലാണെങ്കിലും ഇന്ത്യ ഒട്ടാകെ വളർന്നു വരുന്നുണ്ടല്ലോ. അവർക്ക് കൊടുക്കാനുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ എന്ന നിലയിൽ സാറിന് പറയാനുള്ള കാര്യം എന്തായിരിക്കും? എല്ലാ രീതിയിലും നമ്മൾ യോഗ്യനാണെന്നുള്ള ആദ്യം ഒരു തോന്നൽ നമുക്ക് വേണം. ഒന്നിനും നമ്മൾ ഭയക്കാതെ ധൈര്യമായിട്ട് നമുക്ക് വരുന്ന കാര്യത്തെ നേരിടാം. ദൈവം നമുക്ക് വഴി കാണിച്ചിട്ടുണ്ട്, എന്നായിരുന്നാൽ ആ സ്ഥലത്ത് നമ്മൾ എത്തും എന്നുള്ള ഉറപ്പ് നമ്മളുള്ളിൽ തീരുമാനിച്ചാൽ ഏത് മലയായാലും നമ്മൾ കൊടഞ്ഞ് അങ്ങോട്ട് എത്തും. അതാണ് ഞാനീ പറഞ്ഞത്. എല്ലാവർക്കും ആ ചാൻസ് ഉണ്ട്. അതിന് മനസ്സിലാക്കണം. ആർക്കും ദൈവം ശപിക്കപ്പെട്ടവരെന്നൊരു വിഷയമില്ല. അത് സ്വയം അവരുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും നമുക്ക് ജയിക്കാനുള്ള അവസരം ദൈവം തരുന്നുണ്ട്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കണം. അത്രയും. സാർ, ഞാൻ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫോട്ടോ കണ്ടു സാറിൻ്റെ. അത് സാറ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ചിത്രം. അതിപ്പം സാർ എങ്ങനെയാ അവിടെ പോകാറുണ്ടോ? കൂടെ ഞാൻ വർഷത്തിലൊരിക്കൽ പോകും. പോകാറുണ്ട്. ഒരു 20 വർഷം എൻ്റെ ഈ സിദ്ധ ഗുരുക്കളെ കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് അങ്ങനെ വിഷയങ്ങൾ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ മഞ്ഞിൽ പോയിട്ട് മൈനസ് ഇത്ര ഡിഗ്രിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും, ഇത്ര ഷോർട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് ടെർമലൊക്കെ ഇട്ട് ഇരിക്കേണ്ട ഒരു അവസരത്തിൽ വെറും ഫയർ ബോഡി ആയിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാർത്ഥിക്കുന്ന ഇതിൽ നമ്മളെ മനസ്സ് അലിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. സിദ്ധന്മാരെ ഒരു വിദ്യയാണത്. അത് ഒരു വർഷത്തിലൊരിക്കൽ പോകാറുണ്ട്, ചെയ്യും. വലിയൊരു ആശ്വാസം ഉണ്ടാവും. അതെ, ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊക്കെ മാറി ഒരു റെസ്റ്റിന് എന്ന രീതിയിലാണ്. റെസ്റ്റ് നിന്നല്ല, നമ്മളെ ഒരു റീചാർജ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും. തിരിച്ചും ഒരു വർഷം ഓടാമുള്ള ഒരു എനർജി എടുത്തുകൊണ്ട് വരും. അത്രയോ ബാറ്ററി ചാർജ്. ലൈഫിലെ ചലഞ്ചസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ചലഞ്ചസിന് വെല്ലുവിളികൾക്കൊക്കെ ഇടയിൽ സാറിനെ മുന്നോട്ട് നയിച്ച ഒരു പേഴ്സണൽ ഫിലോസഫി എന്താണ്? ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. അതേപോലെ തീരുമാനങ്ങൾ ഒരാളും നമ്മളെ തീരുമാനമാണ് നമ്മളെ വിജയത്തിലും കൊണ്ടുപോകുന്നെന്നുള്ള ഒരു വിഷയത്തിന് മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആരെയും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ അല്ല, നമുക്ക് വഴി തരാനുള്ള എല്ലാം തന്നാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. സ്വയം നമ്മളാണ് അത് തീരുമാനിക്കുന്നത് പറഞ്ഞു. ആ തീരുമാനത്തിലാണ്. ഇതാണ് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫിലോസഫി. സാർ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളല്ലേ? അപ്പം സാർ ഈ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ സാറിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ആകെയുള്ള ഒരു കാഴ്ചപ്പാട് എന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്ന ഒരു യാത്ര ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലം? ഞാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ US പോയിട്ട് ഞാൻ നെട്ടിപ്പോയി. എല്ലാവരുടെ ചിന്തയിലും വലിയൊരു സ്വപ്നം അമേരിക്ക എന്ന് വലിയൊരു വിഷയമായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് ഇതാണോ അമേരിക്ക എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണോ പാവങ്ങൾ എല്ലാം വിറ്റെടുത്ത് ഒളിച്ചും ഓടിയും ഇവിടെ എത്തുന്നത്? അങ്ങനെ ഒരു വലിയൊരു കാര്യം എൻ്റെ മനസ്സിലോട്ട് തോന്നി. എനിക്കത് വലുതായിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മളെ ജനങ്ങൾക്കത് എല്ലാവരും ഒരു സ്വപ്നമായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചത്. US എന്ന് വെച്ചാൽ ഒരു സംഭവമാണ് അവിടെ എത്തുന്നത് വെച്ചാൽ. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ ഒരു പുണ്യഭൂമിയാണ്.
അത് നമ്മൾ മറക്കാൻ പറ്റില്ല ഒരിക്കലും. അതിൻ്റെ എവിടെ ലോകത്ത് എവിടെയും വരില്ല. എല്ലാ രീതിയിലും ആവില്ല. അതുപോലെ ദുബായ് ആയിക്കോട്ടെ, ഇവിടെ ബാക്കി സ്വിറ്റ്സർലാൻഡ് പോയിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും. ഇതിൻ്റെ ഫിൻലാൻഡിൽ പോയപ്പോൾ മറ്റേ സാൻഡോ കാണണമെന്ന് പറഞ്ഞു. പോയി മൂപ്പര് ഇപ്പോഴത്തുള്ള സാൻഡോ പോയി കണ്ടു. നല്ല -ഡിഗ്രിയിലെ തണുപ്പിൽ. അതൊക്കെ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന്? ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മര്യാദ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ കിടന്നു ഉറങ്ങണം. അമേരിക്ക പോയി ടാബ്ലറ്റ് ഇട്ട് ഉറങ്ങണം. അത് ശരിയാണ്. അന്ന് വിവേകാനന്ദ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമി എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു പുണ്യഭൂമിയാണ്. അവിടെ നമുക്ക് എന്തോ ഒരു ഈ ജാമ്പി പടത്തിൽ കാണുന്ന പോലെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ നമ്മളെ ഇതൊരു നാടായിട്ടൊരു നല്ല ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉള്ള ഒരു. അങ്ങനെ ഒരു ഫീലിംഗ് വരാനുള്ള കാരണം എന്താണ്? അല്ല, അവിടെ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ കണ്ണുകെട്ടത് ആൾക്കാരില്ല. ഫുള്ള് വെറും പ്ലെയിൻ ഭൂമിയാണ്. റോഡിലെ ഒരു മനുഷ്യരുടെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് നമ്മളവിടെ തിന്നി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോകേണ്ടത് കാര്യം കൂടെ കയറ്റിയിട്ട് പോകും വണ്ടി. അപ്പോൾ അതൊക്കെ ഒരു നമ്മളവിടെ പോയപ്പോൾ ഞാനത് മിസ് ചെയ്തൊരു ഫീൽ ചെയ്ത് നമ്മളെ നാടനെ കൊള്ളാം എന്നുള്ളൊരു എൻ്റെ ഉള്ളിലൊരു തോന്നിയൊരു ഫീൽ. അപ്പം സാറ് കൂടെ കൂടെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ? മാസത്തിൽ ഇത്ര എന്നുള്ള അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഞാനത് ഒരു ടൂറായിട്ടല്ല, എൻ്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന എല്ലാ വിഷയത്തിലും ഒരു നമ്മളെ അവിടെ നിന്ന് എന്ത് നമ്മൾ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സാമൂഹ്യ സേവനം അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്കെല്ലാം ആവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ BLM പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു സാറിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിൽ മറ്റു ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്നുള്ള ഒരു ഇതിലേക്ക് ആശയത്തിലേക്ക് എത്തിപ്പെട്ടു? എനിക്ക് ഒരു ആൾക്ക് നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഇല്ലാതാക്കരുത്. എൻ്റെ ഒരു വിഷയമാണത്. കാരണം ഒരുത്തൻ വിശക്കുന്നു വരുമ്പോൾ ഒരു തുണ്ട് റൊട്ടി എടുത്ത് കൊടുത്ത് അവൻ്റെ വിശപ്പിനെ തീർക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ശരിയായ രീതി അതല്ല. വീണ്ടും നാളെ അതേ രീതിയിൽ അവൻ വന്ന് പിച്ചതുണ്ട്. നമ്മൾ പറഞ്ഞാൽ അവൻ ഇനിയും 10 ആൾ കൊടുക്കാനുള്ള കഴിവായിട്ടുള്ള ഒരാളായിട്ട് അവനെ മാറ്റണം. ആ ചിന്തയാണ് നമ്മളെ BLM ഈ പ്രസ്ഥാനം തുടങ്ങാനുള്ള ഒരു വിഷയം. ഇപ്പോൾ 21 വർഷമായി. ഈ 21 വർഷത്തിൽ എത്ര ലക്ഷം കുടുംബങ്ങളാണ് ഇപ്പോൾ സന്തോഷമായിട്ട് വീടും വാഹനം കാര്യമായിട്ടും അവർ എത്ര ആൾക്കാർ സഹായിക്കുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടെന്നുള്ളത്. അതാണ് നമ്മളെ വിജയം. ഈ ഒരു വിജയം പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള ഒരു ബിസിനസ്സിലോ കാര്യത്തിലോ കിട്ടില്ല. കാരണം അവർ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഒരു ബിസിനസ്സോ ചെയ്യുമ്പോൾ അത് വളരും, അതിനൊപ്പം അതിൻ്റെ മുതലാളി വരും. അതേ മാത്രം മേലെ കുടുംബം വളർന്നു നിൽക്കും. പക്ഷേ പണിയെടുത്തവൻ എന്നും പണിക്കാരനായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടിയാണ് നമ്മളുള്ള സർക്കിൾ കംപ്ലീറ്റ് ഒരേപോലെ പ്രസ്ഥാനത്തിനൊപ്പം അവരും വളരണം എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു അജണ്ടയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ മുൻപ് സംസാരിച്ചപ്പോൾ സെറ്റ് ബാക്സിനെയും ദാരുണ സംഭവങ്ങളെയൊക്കെ പറ്റി സൂചിപ്പിച്ചു. 21 വർഷത്തെ ആ ഒരു യാത്രയ്ക്കിടയിൽ സാറിന് മനോഹരമായിട്ട് തോന്നി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ല ഓർമ്മ ഏതായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന മറ്റേ ആ ലേഡി പറഞ്ഞ ഒരു വിഷയം എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ണൂരിൽ ഒരു വീട്ടിൽ പോയി. യാദാർശ്യമായിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അയാൾ നിന്നവിടെ കൈ കാണിച്ചു. അയാൾ പോകുന്ന വഴിയിൽ ഇവിടെയാണ് വീട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ് സാർ. അങ്ങനെ പോയി. വലിയ വീടൊന്നുമല്ല, ഒരു BLM വന്ന ശേഷം ഒരു വീട് അത് കെട്ടി വെച്ചിട്ടുണ്ട്. അകത്ത് കയറുമ്പോൾ ഞാനൊരു കസേരയിൽ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഷാക്കായി പോയി കണ്ടിട്ട്. എൻ്റെ ഫോട്ടോ ഒന്ന് അതിനും വലിയ വിശേഷം. അതിൻ്റെ താഴെ ഒരു ചൊല്ല് എഴുതിയിരുന്നാൽ ഈ വീട്ടിൻ്റെ ഐശ്വര്യം അതിനിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക്. കാരണം അയാൾ ആരെന്ന് എനിക്കറിയില്ല. ഒരു BLMൻ്റെ ഒരു സാധാരണ ഒരു മെമ്പറാണ് അയാൾ. ആ വാക്ക് എൻ്റെ കൂടെ ഫോട്ടോ നിന്ന് കൂടെ നിന്ന് എടുത്ത ഒരു സ്റ്റില്ല് വെച്ചിട്ട് താഴെ ആ വാക്കിട്ടിരുന്നു. അപ്പോൾ അത് എത്ര അയാൾക്ക് മനസ്സിൽ തട്ടിയിരുന്നെങ്കിൽ അത് വാക്കിട്ടിരുന്നു. ഞാൻ അതാ പറയുന്നത്. അവിടെ ഞാനെന്നുള്ള ക്യാരക്ടറല്ല, ആരായിരുന്നാലും ഈ ചെയർമാൻ ആ സ്ഥാനത്തെത്തുന്നു. അത്രയും ആൾക്കാർക്ക് ആ വെളിച്ചം പകർന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു വിഷയം. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ അല്ലേ? തീർച്ചയായിട്ടും അത് വലിയ എനിക്കൊരു സന്തോഷം. അപ്പം നമ്മളെ എടുത്ത ഈ കറക്റ്റായിട്ടുള്ള റൂട്ട് കറക്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. സാറ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, അതായത് ഞാനെന്നല്ല നമ്മളെന്ന് പറയണം എന്നുള്ളൊരു. അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ടുവിടരും, നാം എന്ന് പറയുമ്പോൾ ചേരും. അത് അന്ന് പണ്ട് നമ്മൾ മുന്നോട്ട് പറഞ്ഞ ഒരു വിഷയങ്ങളാണ്. പക്ഷെ ഇന്ന്
ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിലൊരു ടീച്ചർ പഠിപ്പിച്ചതാണ്. അപ്പോൾ 3ാം ക്ലാസ് 4ലോ 5ലോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിൽ ഈ ഒരു കൂട്ടമായിട്ടുള്ളൊരു എരുമയുടെ കഥ പറഞ്ഞു. അപ്പോൾ എല്ലാം തെന്നി വിരിഞ്ഞപ്പോൾ ഈ നരിക്കൽ വന്ന് ഒന്നൊന്നായിട്ട് വേട്ടയാടാൻ തുടങ്ങി. ഒന്നിച്ചിരുന്നപ്പോൾ അടുക്കത്തില്ല, എല്ലാത്തിനും കൂട്ടി വരട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതേപോലെയാണ് ഒരു ചൂലെടുത്തിട്ട് കാണിച്ചു. ഒരു കെട്ടി ചൂലിനെ ഓടിക്കാൻ പറഞ്ഞു, ഓടിക്കാൻ പറ്റിയില്ല. ഒരു ഈർക്കല എടുത്തപ്പോൾ ഒറ്റ ഒരു ഓടിച്ചു തന്നു. ഇതൊക്കെ കൊച്ചിൽ നമുക്കത് വലിയ സംഭവമായിരുന്നു തോന്നി. പക്ഷെ ആ ചെറിയ സംഭവം തന്നെ യഥാർത്ഥ വലിയ സംഭവമാണ്. ഈ കൂട്ടായ്മ പറഞ്ഞത് സക്സസ് എവിടെയാണ് നമ്മളതിൻ്റെ ഏറ്റവും വലിയ സക്സസ് അറിയും. ഞാൻ US പോയിരുന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നൊരു ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട് കൂടെ. US ചിന്തിച്ചു നോക്കണം. ഞാൻ അത്ഭുതപ്പെടും നോക്കുന്നു. ഇവിടെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു BLM ചെയർമാൻ അല്ലേ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ഞാൻ വയനാട് എൻ്റെ വൈഫ് സാറിൻ്റെ BLM മെമ്പറാണ്, ഈ പൈസയിൽ ഞാൻ US എത്തിയും പറഞ്ഞു. ഞാൻ അയച്ച് അന്തസ്സായിട്ട് കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു. പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലാണ്. ഞാൻ അത് പറ്റില്ല, അത് വിശ്വാസമില്ല സാർ, അതല്ല, ഇതിപ്പോൾ താങ്കളെടുത്ത പൈസയിൽ വന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാണെന്ന്. അപ്പോൾ നമ്മളറിയാതെ അവരെ ഇത്രയും ആൾക്കാർ ഈ നിലയ്ക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു വലിയ വിഷയമല്ലേ അത്. അപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു US എന്നാൽ. ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മാറ്റം പറഞ്ഞത്. എല്ലാ ബിസിനസ്സിലും ഒരിക്കലും ഇത് പറ്റൂല. കൈപ്പിടിച്ച് ഉയർത്തുക കരുതുന്ന വെറും നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പണ്ട് പറഞ്ഞ പോലെ ശർക്കര എന്ന് പേപ്പറിൽ എഴുതി വെച്ചിട്ട് എനിക്കില്ല, പഞ്ചസാര നാവിലിട്ടാലേ എനിക്കും. അതാണ് നമ്മളെ BLM നമ്മൾ എടുത്തിരിക്കുന്ന ബിസിനസ്സിന്റെ സക്സസ്. ഇപ്പൊ സർ, വിഷു എന്ന് പറയുന്നത് വിഷു ഈസ് ഓൾസോ അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്നും കൂടെ ആണല്ലോ. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ സാറിന് കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിലും ആരായിരിക്കും? ഞാൻ നന്ദി പറയുന്നത് ആദ്യം ദൈവത്തിനും എൻ്റെ അമ്മയച്ഛനും പിന്നെ എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നത് എൻ്റെ ആഗ്രഹം. ഈ നന്ദി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും വലിയ ലോകത്തിൽ അതിനൊരു വിലയില്ല. അത്രയും നമ്മൾ ചൊല്ലൊരു വിഷയം, നമുക്ക് ഇത്രയും വലിയ ഈ ആരോഗ്യമായ ശരീരം തന്നതിന് തന്നെ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് നമുക്ക് എല്ലാ രീതിയിലും ഈ വളർത്തിയെടുത്ത അമ്മയച്ഛനും നന്ദി പറയുന്നു. പിന്നെ നമ്മളെ പൊന്നുപോലെ നോക്കി കൊണ്ടുപോകുന്ന നമ്മളെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ വാക്ക് വലിയൊരു വിഷയമാണ്. അത് മനസ്സറിഞ്ഞ് പറയണം. അതുമാത്രമല്ല, ഈ സമയത്ത് നമ്മളെ ഈ നിലയ്ക്ക് ഉയർത്തിയ എന്നെയായിട്ട് മാറ്റി എൻ്റെ ഇപ്പോൾ കുടുംബം ഇവരൊക്കെ എല്ലാം ഓക്കെ, പക്ഷെ ഒന്നും അറിയാതെ പുറത്തു നിന്ന് എൻ്റെ മെമ്പേഴ്സാണ്. അവർക്കാണ് ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നത്. സർ, വിഷു എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും നമ്മുടെ മലയാളം കലണ്ടറിൽ പുതിയൊരു വർഷത്തിൻ്റെയൊക്കെ തുടക്കമാണല്ലോ. അപ്പോൾ സാറിന് വ്യക്തിപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചെയിൻ ഓഫ് മെഡിക്കൽ കോളേജിൽ തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇന്നത്തെ ഇപ്പോൾ ഇവിടെ നീറ്റും കാര്യങ്ങളും ഉണ്ട്. അത് ഇതിലിപ്പോൾ കിട്ടാത്ത കുട്ടികൾ മാർക്ക് കുറച്ച് കുറവായിരിക്കും പുറത്ത് പോയിട്ട് ജോർജിയ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് പഠിക്കുന്നു. പക്ഷെ അവിടെ പോയിട്ട് ഈ കുട്ടികൾ മാനസികമായിട്ടും അവരുടെ ഫുഡിൻ്റെ പ്രശ്നവും ഇവരെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അടുത്ത് തന്നെ UAE, ഇപ്പോൾ നമ്മൾ ദുബായ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ഈ മെഡിക്കൽ കോളേജിൽ തുടങ്ങിയാൽ നമ്മളെ ഫുഡും കിട്ടും, ക്ലൈമറ്റും പ്രശ്നമില്ല, 3.5 മണിക്കൂറിൽ നമുക്ക് അമ്മയച്ഛനെ കാണാം. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുള്ള ഒരു പുണ്യകാര്യമായിട്ട് ഉണ്ടാവും നമുക്ക്. അങ്ങനത്തെ ഒരു വിഷയമാണ് അടുത്ത ഒരു പ്ലാനായിട്ട്, അതൊരു വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനായിട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹം. ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് നടക്കട്ടെ എന്നുള്ള ഒരു സന്തോഷം ഈ വിഷു സമയത്ത് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വിഷുവിന് വിഷുക്കണി എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം M5 പ്രേക്ഷകർക്ക് ഈ വിഷുദിനത്തിൽ സാറിന് എന്താണ് ഒരു കൈനീട്ടം നൽകാനുള്ളത്? തീർച്ചയായിട്ടും M5 പറഞ്ഞത് നമ്മളെ എപ്പോഴും M എന്ന് പറയുമ്പോൾ 2 ലെഗാണ്, ഇങ്ങനെ ഒന്നിക്കുമ്പോഴേക്കും സ്ട്രോങ്, ഒരിക്കലും ആടൂല. അതാണ് M5 ചാനൽ പെട്ടെന്ന് തന്നെ ഏറ്റവും വലിയ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിട്ട് മാറ്റാനുള്ള എല്ലാ സൗകര്യവും സന്തോഷമായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു രീതിയിൽ വരാൻ പോകുന്നു. അതാണ് ഈ വർഷത്തിലെ വിഷുക്കണിയായിട്ട് തരാൻ ഞാൻ കാത്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സർ. ഇത്രയും നേരം നമ്മളോടൊപ്പം സംവദിച്ചതിന് M5 ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ വാക്കുകൾ നൽകിയതിന്, വിഷുദിന ആശംസകൾ നേർന്നതിന് നമുക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.